എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 3-പിൻ സോക്കറ്റ് ഞങ്ങൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചാർജർ കുത്തി കഴിയുമ്പോൾ ഒരു ലൂസ് കോണ്ടാക്ട് കാണിക്കുന്നുണ്ട്. അത് ഈ സോക്കറ്റിനകത്തുനിന്നാണ്, വയറിങ്ങിൽ എന്തോ പ്രശ്നമാണ് പറ്റിയേക്കണേ, എന്തോ ലൂസ് കണക്ഷനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കവറും തുറന്നു നോക്കിയിട്ട് ലൂസ് എവിടെയാണ് വന്നേക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാർജർ ഒന്ന് കുത്തി ജസ്റ്റ് കാണിച്ചു തരാം. ഉണ്ടോ, മൊബൈൽ ഫോണിലേക്ക് വിട്ട് ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നത് കാണണം. ഇതിനകത്ത് തന്നെയാണ് ആ ലൂസ് വന്നേക്കണേ. വേറെ കോഡ്, ഇത് കാരണം പുതിയ കോഡ് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഒന്നും അല്ല പ്രശ്നം, പ്ലഗിനകത്ത് തന്നെയാണ് ഈ പ്രശ്നം വന്നേക്കണേ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ELCB, MCB ഇവയെല്ലാം ഓഫ് ചെയ്ത് നമുക്ക് സുരക്ഷിതമാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തൊരു 6 സ്ക്രൂ ഉണ്ട്. ഈ 6 സ്ക്രൂ അഴിച്ച് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. സ്ക്രൂകൾ എല്ലാം അഴിച്ചു മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ ലൂസ് എവിടെയാണെന്ന് നോക്കാം. കവറെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ പോയിന്റുകളിലാണ് ലൂസ് വരാൻ സാധ്യത. ഇപ്പം ഇത് നമ്മൾ ന്യൂട്രൽ വയർ കണക്ട് ചെയ്തേക്കണെയാണ്. ഈ ബ്ലാക്ക് വയർ ന്യൂട്രൽ വയർ കണക്ട് ചെയ്തേക്കണെയാണ്. ഫേസ് വയറാണ് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് വന്നേക്കണേ. അപ്പോൾ ഈ ഇതിൻ്റെ രണ്ടിലും എവിടെയെങ്കിലും ലൂസ് വന്നേക്കണേ ആവുള്ളൂ സംഭവം. ഈ സ്ക്രൂ ടൈറ്റാണ്, കുഴപ്പമില്ല. ചെറിയൊരു ലൂസ് കുഴപ്പമുണ്ടായിരുന്നു. ഇതും ടൈറ്റ് തന്നെയാണ്. ഈ ന്യൂട്രലിൻ്റെ ലൈറ്റ് ഫേസിൻ്റെ ഈ വയർ ഇത് ടൈറ്റ് തന്നെയാണ്. ഈ വയർ സ്ക്രൂ ആണ് ലൂസ്. ഈ ഒരു അത് തന്നെ നമ്മൾ 3-പിന്നിൽ കുത്തുമ്പോൾ ഈ താഴത്തെ ഹോളിലാണ് നമ്മൾ കുത്തുന്നത്. അല്ല, ഈ മൊബൈൽ ചാർജറിൻ്റെ സോക്കറ്റൊക്കെ ഈ താഴത്തെ ഹോളിലാണ് കുത്തുന്നത്. അപ്പോൾ ഈ സ്ക്രൂ ആണ് ലൂസായിട്ട് കിടന്നത്. ഇതുകൊണ്ടാണ് കണക്ഷൻ ആ പോയിന്റിലേക്ക് നമുക്ക് കിട്ടാതിരുന്നത്. പിരി വെട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല, കുഴപ്പമില്ല, ടൈറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെയോ എനിക്ക് ലൂസായി പോയതാണ്, ടൈറ്റായി. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു കാണുമെന്ന് വിചാരിക്കാം. നമുക്ക് ചാർജർ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ELCBയും MCB ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാർജർ ഒന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം. അതുമാതിരി കവർ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് പ്ലഗ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കവർ അടയ്ക്കാതെ തന്നെ ലൈവായിട്ട് നമ്മൾ മൊബൈൽ ചാർജർ കുത്തിയേക്കുവാണ്. ഇനി നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് കയറുന്നുണ്ട്, ചാർജ് കയറുന്നുണ്ട്. നമുക്ക് ഈ കോഡുകളൊക്കെ ഒന്ന് അനക്കി നോക്കാം. ലൂസൊന്നും കാണുന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. വെറുതെ കോഡ് വാങ്ങിച്ചു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പഴയ കോഡിന്. അപ്പോൾ ഈ ഫേസ് വയറിൻ്റെ ഈ പോയിന്റ് തന്നെയാണ് ആ സ്ക്രൂ ലൂസായിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. പിന്നെ നമുക്ക് ഐസൊലേറ്റർ ഒന്നുകൂടെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കവർ അടച്ച് കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് മറ്റൊരു പ്ലഗാണ്. ഇത് നേരത്തെ കേടായിരിക്കുന്ന ഒരു പ്ലഗാണ്. ഇതിനകത്ത് നമ്മൾ ചാർജർ കുത്തി കഴിയുമ്പോൾ തന്നെ ലൂസാണ്, വലിയ ടൈറ്റ് ഇല്ല. അതിനകത്ത് വേറെ എന്തോ സംഭവിച്ചാൽ അതിനകത്തുള്ള ആ പീസ് അകത്തേക്ക് തള്ളിപ്പോവുക എന്തെങ്കിലും ചെയ്തെങ്ങനെ ആയിരിക്കും. ഇത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഈ ബോക്സ് നമ്മൾ തുറന്നിട്ടുണ്ട്. ഇതിനകത്ത് സംഭവിച്ചങ്ങനെ വേറെ ഒന്നുമല്ല. ഈ പ്ലഗിൽ അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്
അയൺ ബോക്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലോഡ് കാരണം ഇത് ചൂടായിട്ട് ഈ പോയിന്റ് ഉരുകി പോയിട്ടുണ്ട്. ഈ ഭാഗം ഉരുകി പോയിട്ട് ഈ സോക്കറ്റിൻ്റെ ഈ PVC സോക്കറ്റ് അകത്ത് പുറത്തേക്ക് തള്ളിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ഇത് ചെറിയ പ്ലഗ് കയറ്റുമ്പോൾ അത് ടൈറ്റ് ആവാത്തത്. കാരണം അത് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതിനേക്കാളും പൊങ്ങിയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ ചെയ്യാനില്ല, ഈ പ്ലഗ് മാറ്റുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ. കാരണം ഈ ഭാഗം പൂർണ്ണമായിട്ട് ഉരുകിപ്പോയപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഉരുകിയ സോക്കറ്റ് മാറ്റി ഇപ്പോൾ പുതിയൊരു സോക്കറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പുതിയത് തന്നെയാണ്, കുറച്ച് പൊടി പിടിച്ച് ഇരുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഈ സോക്കറ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നല്ല ടൈറ്റിലായിരുന്നു കയറുന്നത്, ഒരു കുഴപ്പമില്ല. സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഒരു കുഴപ്പമില്ല, ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചാൽ മതി. അടയ്ക്കുന്നതിന് മുമ്പ് മെയിൻ സ്വിച്ച് ഒന്നുകൂടെ ഓഫ് ചെയ്യണം. LCB ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ബോക്സ് നമ്മൾ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനലായിട്ട് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്ലഗ് ഉണ്ടോ, നല്ല ടൈറ്റ് ഉണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഉണ്ടോ, ചാർജ് കയറുന്നുണ്ട്, ലൂസൊന്നുമില്ല. ആ പ്ലഗിൻ്റെ കുഴപ്പം തന്നെയായിരുന്നു, അത് ഉരുകി പോയതുകൊണ്ടാണ് ആ പ്രശ്നം പറ്റിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.